നമ്മുടെ ആ ഇംഗ്ലീഷ് എക്സാമിന് അടുത്തെത്തിയല്ലേ, നാളെ നമ്മുടെ എക്സാം ആണ്. സോ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സോ മിസ്സിന്റെ കുട്ടികളോട് ഒരു സ്റ്റോറി അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുട്ടി പോകാൻ തരും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് എക്സാമിന് ചോദിക്കുക അല്ലേ. അപ്പൊ ഇതാ ഈ തന്നിരിക്കുന്ന സ്റ്റോറി എന്ന് വായിച്ചു നോക്കിക്കേ. സണ്ണി ഓൾവേസ് വാണ്ടഡ് ടു ഹാവ് എ ബൈസൈക്കിൾ ഓഫ് ഹിസ് ഓൺ. സണ്ണിക്ക് എപ്പോഴും സ്വന്തമായിട്ട് ഒരു ബൈസൈക്കിൾ വേണം, ഒരു സൈക്കിൾ വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ. ബട്ട് ഹിസ് ഫാദർ വാസ് നോട്ട് റിച്ച് ഇനഫ് ടു ബൈ വൺ. പക്ഷേ അവന്റെ അച്ഛന് ഈ കുട്ടിക്ക് ഒരു സൈക്കിൾ വാങ്ങി കൊടുക്കാനും മാത്രമുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല അല്ലെ. സണ്ണി നെവർ കംപ്ലൈന്റ് അബൌട്ട് ദിസ്. അതുകൊണ്ട് തന്നെ ഒരു പരാതിയൊന്നും നമ്മുടെ സണ്ണി പറഞ്ഞിട്ടില്ല. അച്ഛന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. One day Sunny was on his way to school and then he saw a boy on a cycle. അങ്ങനെ ഒരു ദിവസം നമ്മുടെ സണ്ണി എന്താണ് സ്കൂളിലേക്ക് പോവാണ് അല്ലെ. പോകുന്ന വഴി ഒരു കുട്ടി സൈക്കിളിൽ പോകുന്നത് നമ്മുടെ സണ്ണി കാണുന്നുണ്ട്. While turning around a corner the cycle skidded and the boy fell down. അങ്ങനെ ഒരു വളവെത്തിയപ്പോഴേക്കും സൈക്കിൾ തെന്നിയിട്ട് ആ സൈക്കിളിൽ ഉണ്ടായിരുന്ന കുട്ടി താഴെ വീണു അല്ലെ. Sunny ran to him and helped him to get. അപ്പൊ സണ്ണി എന്ത് ചെയ്തു, ചെക്കൻ്റെ അടുത്ത് ഓടിച്ചെന്നു, എന്നിട്ട് അവനെ എണ്ണീക്കാൻ ഹെൽപ്പ് ചെയ്തു. ദ ബോയ് വാസ് ബാഡ്ലി ഇൻജേർഡ്. ആ ബോയ്ക്ക് എന്താണ്, സൈക്കിളിൽ നിന്ന് വീണിട്ട് നല്ല മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് അല്ലെ. സണ്ണി took him to the hospital and then helped him reach the home. അല്ലെ, അപ്പോഴേക്കും ഭയങ്കരമായിട്ട് മുറിവ് പറ്റിയത് കൊണ്ട് നമ്മുടെ സണ്ണി എന്ത് ചെയ്തു, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ വീട് വരെ എത്താനായിട്ട് സഹായിച്ചു അല്ലെ. ദ ബോയ് വാസ് ദ സൺ ഓഫ് എ റിച്ച് ബിസിനസ് മാൻ. അപ്പൊ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ് മാന്റെ, ഒരു കച്ചവടക്കാരന്റെ മകനായിരുന്നു ആര്, നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു സൈക്കിളിൽ വന്ന കുട്ടി അല്ലെ. He gladly gave the cycle to Sunny as a present. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, ഒരു സമ്മാനമായിട്ട്, ഇത്രയും ഹെൽപ്പ് ചെയ്തത് കൊണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കൊണ്ടൊക്കെ ഒരു സമ്മാനമായിട്ട് നമ്മുടെ ഈ ഒരു സൈക്കിൾ ആർക്ക് കൊടുത്തു, സണ്ണിക്ക് കൊടുത്തു. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യും, നമ്മളോട് എക്സാമിന് ഇതുപോലെ ഒരു സ്റ്റോറി തരും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോം തരും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. സണ്ണീസ് ഫാദർ വാസ് നോട്ട് റിച്ച് ഇനഫ് ടു ബൈ എ ഡാഷ്. സണ്ണിയുടെ അച്ഛൻ എന്ത് വാങ്ങാനും മാത്രം റിച്ച് ആയിരുന്നില്ല എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻസിൽ കാർ ഉണ്ട്, ടോയ് ഉണ്ട്, ബൈസൈക്കിൾ ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്. അപ്പൊ ആൻസർ എന്താണ്, ബൈസൈക്കിൾ ആണ് അല്ലെ. സണ്ണീസ് ഫാദർ വാസ് നോട്ട് റിച്ച് ഇനഫ് ടു ബൈ എ ബൈസൈക്കിൾ. അടുത്ത് നോക്കിക്കേടാ. സണ്ണി വാസ് ഓൺ ഹിസ് വേ ടു ഡാഷ്. സണ്ണി എങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയിലായിരുന്നു, അല്ലെങ്കിൽ സണ്ണി എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരുന്നത്, മാർക്കറ്റ്, ചർച്ച്, സ്കൂൾ, പ്ലേ ഗ്രൗണ്ട്. എങ്ങോട്ടേക്കാണ് സണ്ണി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അടുത്തെന്താ, ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഗുഡ് ഹേർട്ട്. ഓക്കെ, അതായത് മുറിവ് പറ്റി എന്നർത്ഥം വരുന്ന ഒരു വേർഡ് പാസേജിൽ നിന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻസിൽ സ്കിഡഡ് ഉണ്ട്, ഫെൽ ഡൗൺ ഉണ്ട്, ഇഞ്ചേർഡ് ഉണ്ട്, ഹെൽപ്ഡ് ഉണ്ട്. ഏതാണ്, ഇഞ്ചേർഡ് ആണ് അല്ലെ. ഗുഡ് ഹേർട്ട് അല്ലാന്നുണ്ടെങ്കിൽ മുറിവ് പറ്റി എന്ന് പറയുന്ന ഏതാണ്, ഇഞ്ചേർഡ് എന്ന് പറയുന്ന വാക്കാണ്. അടുത്ത നോക്കി, ഹൗ ഡിഡ് സണ്ണി ഹെൽപ് ദ ബോയ്. സണ്ണി എങ്ങനെയാണ് ഈ ഒരു ബോയിയെ ഹെൽപ്പ് ചെയ്തത്, എങ്ങനെയാണ് സണ്ണി ആ കുട്ടിയെ എണ്ണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവസാനം വീട് വരെ എത്താൻ ഹെൽപ്പ് ചെയ്തു അല്ലെ. എങ്ങനെ പറയാം നമുക്ക്, സണ്ണി ഹെൽപ് ഹിം ഗെറ്റ് അപ്പ്, took him to the hospital and then helped him reach home. അങ്ങനെ വീട് വരെ എത്താനായിട്ട് ഹെൽപ്പ് ചെയ്തു സണ്ണി. അത് നമുക്ക് ഇങ്ങനെ പറയാം. അടുത്ത് നോക്കിക്കേടാ, റൈറ്റ് എ സൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. അപ്പൊ ഈ ഒരു സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ ടൈറ്റിൽ കൊടുക്കാം, ടൈംലി ഹെൽപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഒരു കഥയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽസ് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. സോ നിങ്ങൾക്ക് തോന്നുന്ന ആൻസേഴ്സ്, ടൈറ്റിൽ എന്ത് ചെയ്യുക, താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അത് വെരി ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.